ഹായ് നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് ടോക്ക്. ഇന്ന് സ്റ്റുഡൻസിന് വേണ്ടിയാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. എസ്പെഷ്യലി ഹൈസ്കൂൾ ക്ലാസ്സിലെയും 11th 12th സ്റ്റുഡൻസ് ആണ് എസ്പെഷ്യലി ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ 12th സ്റ്റുഡൻസ് നല്ല ഇപ്പോൾ സ്ട്രെസ്സൊക്കെ സ്റ്റാർട്ട് ആയിരിക്കുന്ന ഒരു സമയമാണ്. അതായത് പോർഷൻസ് കംപ്ലീഷൻ, പ്രാക്ടിക്കൽസ് കംപ്ലീഷൻ, അതുപോലെ പ്രോജക്റ്റ് കംപ്ലീഷൻ, അങ്ങനെയുള്ളതും പഠിക്കണം, റിവിഷൻ ടെസ്റ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു സ്ട്രെസ്സും ഉണ്ടാകും. അതിനോട് അതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. നിങ്ങളെല്ലാവരും നിങ്ങൾ ഏത് കരിയറാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് തീരുമാനിച്ചോ? പ്ലാൻ ചെയ്തോ? എങ്ങനെയാണ് കണ്ടുപിടിച്ചത് നിങ്ങൾ ഇന്ന കോഴ്സ് എടുക്കണം, അതിൽ ഞാൻ സക്സസ്ഫുൾ ആകുമെന്ന് നിങ്ങൾക്ക് എങ്ങനെ തീരുമാനിച്ചു? നിങ്ങൾ ചെറുപ്പം മുതലേ അങ്ങനെ ഒരു ഗോൾ ഉള്ളവരായിരുന്നോ? അതോ ഇപ്പോൾ 11th നിങ്ങളത് ഫ്രെയിം ചെയ്തെടുത്തോ, പ്ലാൻ ചെയ്തെടുത്തോ? അതോ ഇപ്പോഴാണോ? അതോ ഇനിയും ഗോൾ എന്താണെന്ന് ചിന്തിക്കാതെ ഞാൻ ഏത് കോഴ്സിന് പോകണം എന്ന് ചിന്തിക്കാത്തവരുണ്ടോ? അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കുള്ളതാണ് എസ്പെഷ്യലി ഈ വീഡിയോ കേട്ടോ. എന്നാലും വീഡിയോ എല്ലാവരും കാണണം കേട്ടോ ഫുള്ളായിട്ട്. സ്റ്റുഡൻസിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ പേരൻസിനും കൂടിയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കുറേ സ്റ്റുഡൻസിന് ഇങ്ങനെ എന്താ പറഞ്ഞത്, കോച്ചിങ് കൊടുത്ത് അവർ നല്ല നിലയിൽ ആയിട്ടുള്ളവരാണ് മിക്ക സ്റ്റുഡൻസും. അതിൽ ഞാൻ ഐ എം പ്രൗഡ് ഓഫ് ദം. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി, കുഞ്ഞുങ്ങളെ പ്രോപ്പർ ഗോളിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ നേരത്തെ ചെയ്യാനായിട്ട് സമയം അനുവദിച്ചില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആക്ച്വലി സമയം അതിക്രമിച്ചു എന്ന് പറയാം. അതായത് സെപ്റ്റംബർ ആയല്ലോ. ഇപ്പോൾ ഇനി നിങ്ങൾക്ക് ഒക്ടോബർ എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു എൻട്രൻസിനുള്ള ആപ്ലിക്കേഷനൊക്കെ ആയി കാണും, ആകുന്ന സമയമൊക്കെ ആയിരിക്കുമല്ലോ. അതിന് പുറകെ നിങ്ങൾ കുറേ വർക്കൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ എല്ലാം കൂടെ ഇങ്ങനെ അത് ചെയ്യണം, ഇത് ചെയ്യണം, എല്ലാം കൂടെ ഒരു പരുവത്തിലാണ് ഈ ഒക്ടോബർ കഴിയുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കുകളല്ലേ. അത് ചെയ്യണം, അങ്ങോട്ട് ഓടണം, ഇങ്ങോട്ട് ഓടണം, അവരുടെ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള സ്ട്രെസ്സുകളുണ്ട്. അതിനിടയ്ക്കാണ് ഞാൻ ഇങ്ങനെ ഈ കരിയറിനെ കുറിച്ച് നിങ്ങൾ ഒന്ന് ചിന്തിക്കണം എന്ന് ഞാൻ ചിന്തിച്ചോ എന്ന് ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നത്. പേരൻസും കൂടെ ഒന്ന് കാണണം കേട്ടോ. അപ്പം നിങ്ങൾ എങ്ങനെയാണ് തീരുമാനം എടുത്തത്? അതായത് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ളൊരു തീരുമാനമാണോ എടുത്തത് എന്നാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പം നിങ്ങൾ ഒരു 8ാം ക്ലാസ് മുതലെങ്കിലും നമ്മൾ ഇങ്ങനെ ഒരു ഗോള്, അതായത് 12th കഴിഞ്ഞാൽ നമ്മൾ ഏത് കോഴ്സിന് പോകണമെന്നുള്ളൊരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 8ാം ക്ലാസ് മുതലെങ്കിലും. നമുക്ക് ചെറുപ്പം മുതലേ നമ്മൾ ചില ഒരു ടോപ്പിക്സിനോടോ ചില ഏരിയാസിൽ നമുക്ക് ഇൻട്രസ്റ്റ് കാണും അല്ലേ. അതിനെ നമ്മൾ പാഷൻ എന്ന് വിളിക്കുക. അതിപ്പം ഒരു എന്താ പറയുന്നത്, പല കാര്യങ്ങളിൽ കാണാം. ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നവരായിരിക്കും. ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് നമ്മുടെ മറ്റുള്ള സ്കില്ലുള്ളവരായിരിക്കും. ലൈക്ക് ഡിസൈനിങ് ചെയ്യുന്നവരായിരിക്കും, അല്ലെ വരയ്ക്കുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളത്. അല്ലെങ്കിൽ നമുക്ക് സോഫ്റ്റ്വെയറിനകത്ത് IT-യിലൊക്കെ അങ്ങനെ അല്ലെങ്കിൽ പഠിക്കാനുള്ള ഭയങ്കര ഇൻട്രസ്റ്റ് കാണും. ചിലർക്കൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആയിരിക്കും, ചിലർക്ക് അല്ലാത്ത കോ കരിക്കുലർ ആക്ടിവിറ്റീസിൽ അങ്ങനെയുള്ള പല ഇൻട്രസ്റ്റുകളും കാണും. ചിലർക്കൊക്കെ ഭയങ്കരമായിട്ട് IQ ഭയങ്കര ഡെവലപ്പ് ചെയ്തവർ, ചിലർ പഠിത്തത്തിൽ അത്ര സ്മാർട്ട് അല്ലെങ്കിൽ തന്നെയും ഭയങ്കര ഓർഗനൈസേഷൻ കപ്പാസിറ്റി കാണും. അങ്ങനെയുള്ളവർ നമുക്കറിയാം. പിന്നെ ഈ NSS-ലും സ്കൗട്ടിലും ഒക്കെ നാഷണൽ NCC-ലും ഒക്കെ വർക്ക് ചെയ്യുന്ന അവരെയൊക്കെ, അതായത് നല്ലൊരു സർവീസ് ഓറിയൻറ്റഡ് അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ കാണും അല്ലേ. അങ്ങനെ പല രീതിയിലായിരിക്കും നമ്മളുടെ എന്താ പറയുക ആപ്റ്റിറ്റ്യൂഡ് അല്ലേ. അപ്പോൾ ഇതിലേതാണെന്ന് നിങ്ങൾ തന്നെ ചൂസ് ചെയ്യണം. ഓക്കെ, ദ കറക്റ്റ് വേ, അതായത് കറക്റ്റ് ഗോൾ എന്ന് പറയുന്നത് ആ കരിയർ നിങ്ങൾ അച്ചീവ് ചെയ്യും. കാരണം എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഈ 12th എന്ന് പറയുന്ന ഒരു ടേണിംഗ് പോയിന്റ് ഓഫ് ലൈഫാണ് അല്ലേ. 12th നമുക്കറിയാം. 12th വരെയാണ് ഈ ചൈൽഡ്ഹുഡ് എന്നൊക്കെ പറയാം സ്റ്റുഡൻസ്. അത് കഴിഞ്ഞ് നമ്മൾ കോളേജിലേക്ക് പോകും. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ പ്രീ ഡിഗ്രി കോളേജിലാണ് പഠിച്ചത്. ഓക്കെ, അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ +1 +2 വന്നത്. അപ്പം സ്കൂൾ ജീവിതം എന്ന് പറയുന്നത് ഇതുകൊണ്ട് തീരുവാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പിന്നീട് ഭയങ്കര നൊസ്റ്റാൾജിക്കായിട്ട് തോന്നും ഈ പീരീഡ് എന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങളുടെ കറക്റ്റായിട്ട് നിങ്ങളൊരു കരിയർ ചൂസ് ചെയ്തില്ലെങ്കിൽ, ഏത് കോഴ്സിനാണ് പോകുന്നത് ചൂസ് ചെയ്തില്ല, പെട്ടെന്ന് തന്നെ ചൂസ് ചെയ്യണം. ഇതിന് നിങ്ങൾക്ക് ഏതാണ് ഇൻട്രസ്റ്റ്, നിങ്ങളുടെ ഫ്രണ്ടിന് ഇഷ്ടമുള്ളത് നിങ്ങൾ പോകണം എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും തീരുമാനിക്കരുത്.
ബിക്കോസ് ചിലപ്പം നിങ്ങളുടെ ഇൻട്രസ്റ്റും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇൻട്രസ്റ്റും ഒരുപോലെ ആയിരിക്കാം, പക്ഷെ അതല്ല. അതുപോലെ തന്നെ നിങ്ങളുടെ അച്ഛനമ്മമാർ നിങ്ങളെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും, ഇന്നതിന് പോകണം, ഇന്നതിന് വേണം. എസ്പെഷ്യലി മെഡിസിനോ എഞ്ചിനീയറിങ്ങിൻ്റെ പല ബ്രാഞ്ചസും ഒക്കെ ഉണ്ട്. ഓക്കെ, അതിൻ്റെ എൻട്രൻസ് കോച്ചിങ്ങിന് പോകണം, അങ്ങനെയുള്ള ഫോഴ്സിങ്ങിലും കാണും. അതിനും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്കുള്ള ഇൻട്രസ്റ്റ് നിങ്ങൾ ഒരിക്കലും, നിങ്ങൾ ആ ഇൻട്രസ്റ്റ്, നിങ്ങളുടെ ഇൻട്രസ്റ്റിലെ നിങ്ങൾ പോകാവുള്ളൂ. നിങ്ങൾക്ക് ഏത് കോഴ്സിലാണ് ഇൻട്രസ്റ്റ് നിങ്ങളുടെ അച്ഛനമ്മമാരോട് തുറന്ന് പറയുക. ഈ സമയത്താണ് അത് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഒരു 11th ക്ലാസ് എങ്കിലും ആകുമ്പോഴേ നമ്മളിത് ചെയ്യാൻ തുടങ്ങണം. എങ്കിലേ നമുക്കത് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാൻ ഒക്കത്തുള്ളൂ. ഓക്കെ, ബിക്കോസ് നമുക്ക് ഏത് എൻട്രൻസിന് പോകണോ, അല്ലെങ്കിൽ ഏത് കോഴ്സ് എടുത്ത് ഏത് കോളേജിൽ ചേരണം, ഔട്ട് ഓഫ് ഇന്ത്യ പോകണോ, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ചെയ്യണോ, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ മറ്റു കോളേജാണോ, അങ്ങനെ, അല്ലെങ്കിൽ ഹയർ കോച്ചിങ്ങിന് വേറെ എവിടെയെങ്കിലും പോകണോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന്, പിന്നെ ചിലർക്ക് 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് 4 years ഇൻ്റഗ്രേറ്റഡ് കോഴ്സസ് ഉണ്ട്, 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ഉണ്ട്, പിന്നെ ഡിപ്ലോമ കോഴ്സുകളുണ്ട്. ഓക്കെ, അത് നമ്മുടെ ഓരോരുത്തരുടെയും സ്ട്രീം, ഇപ്പം നിങ്ങൾ എടുത്തിരിക്കുന്ന ആ സ്ട്രീം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇനി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് സ്ട്രീം ചേഞ്ച് ചെയ്യാൻ പറ്റിയല്ലോ. അപ്പോൾ മാത്സ് എടുത്തിട്ട് നമുക്ക് ആർട്സിലേക്ക് നമുക്ക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ സിവിൽ സർവീസിന് ഓഫ് കോഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും, അതിൻ്റെ കോച്ചിങ്ങിനൊക്കെ പോകാൻ പറ്റും. പക്ഷെ മാത്സ് എടുത്തിട്ട് നമുക്ക് ബയോളജിക്ക് പോകണമെന്ന് പറയുമ്പോൾ നടക്കത്തില്ല, ബയോടെക്നോളജിയൊക്കെ. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന സ്ട്രീമിൽ തന്നെ നമുക്ക് ഏതാണ് ഇൻട്രസ്റ്റ്, സോ മെനി ഏരിയാസ് ആർ ദെയർ. ഇപ്പം നമുക്ക് സയൻസിൻ്റെ ആണെങ്കിൽ സയൻസ് ഫുള്ളി സയൻസ് സ്ട്രീമാണ് എടുത്തിരിക്കുന്നവർക്ക് മാത്സും കൂടെ ഇൻക്ലൂഡഡ് ആണ് ഞാൻ പറയുന്നത്. എഞ്ചിനീയറിംഗ് സ്ട്രീമുണ്ട്, പലതരത്തിലുള്ള എഞ്ചിനീയറിംഗ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. സയൻസിനകത്ത് മെഡിക്കൽ ഉണ്ട്, പാരൻസ്, അങ്ങനെ ബിഫാം, അങ്ങനെ ഒത്തിരി കോഴ്സസ് ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് പ്യുവർ സയൻസ് എടുത്ത് അങ്ങനെ റിസർച്ചിലേക്ക് പോകാം, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് നമുക്ക് PSC കോച്ചിങ്ങിന് പോകാം, അല്ല ഡിഗ്രിയോടൊപ്പം തന്നെ PSC കോച്ചിങ് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്യുവർ സയൻസ് ഡിഗ്രി BSc എടുത്തുകൊണ്ട് നമുക്കറിയാം പല BSc കോഴ്സുകളുണ്ട് അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മൾ ആർട്സിലേക്ക് വരുമ്പോഴും. ഓക്കെ, ആർട്സിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട്, അതിൽ നമുക്ക് ചോയ്സസ് ഉണ്ട്. സോ ഏത് കോഴ്സിലും നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, ചോയ്സസ് ഉണ്ട്. നമ്മൾക്ക് ചേരുന്ന അത് ചൂസ് ചെയ്യുക എന്നുള്ളത്. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൈലിമ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഗൈഡിനെ അപ്രോച്ച് ചെയ്യുക. ജസ്റ്റ് ലൈക്ക് നിങ്ങളുടെ മെൻറ്റർ, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫാക്കൽറ്റീനെ നിങ്ങൾ ചൂസ് ചെയ്ത് ആ ഫാക്കൽറ്റിയുടെ അടുത്ത് നിങ്ങൾ പോയി സംസാരിക്കണം ഫ്രീ ആകുമ്പം. അത് ഈവൻ നമുക്ക് പ്രിൻസിപ്പളിനോട് വരെ, നമുക്ക് പ്രിൻസിപ്പളാണ് നിങ്ങളുടെ ഫേവറേറ്റ് ആളെ, അങ്ങനെ വരെ നമുക്ക് സംസാരിക്കാം ഫ്രീ ആകുമ്പോൾ. ഓക്കെ, അത് മാമിന് അല്ലെങ്കിൽ പ്രിൻസിപ്പളിനോട് പറഞ്ഞ ക്ലാസ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ തരും ഏത് കോഴ്സാണ് എടുക്കേണ്ടതെന്ന് അല്ലേ, അത് നിങ്ങൾ ടീച്ചേഴ്സിനോട് പറയാം. പിന്നെ നിങ്ങൾ വീട്ടിൽ നിങ്ങളുടെ പേരൻസിനോട് ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു ഗൈഡൻസ് പേരൻസിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങളുടെ ഇപ്പോൾ 2 or 3 കോഴ്സ് ഇതിലേത് പോകണം എന്ന്, ഏവിയേഷന് പോകണമെന്നോ ഇഷ്ടമുള്ള, അതായത് പൈലറ്റ് ആകാനായിരിക്കും ഇഷ്ടം, ചിലർക്കാണ് എയ്റോസ്പേസ് എഞ്ചിനീയറിങ്ങിന് പോകാനായിരിക്കും അല്ലേ, ചിലർക്ക് സ്കൈ ഡൈവിംഗ് ഒക്കെ ഇഷ്ടമാണ് അല്ലേ, പല മൗണ്ടനിയറിങ്, ആർക്കിടെക്ചർ, അപ്പം പല ഡിവിഷൻസ് ആണ് ഉള്ളത്. ഈ ടീച്ചിങ്ങും അതുപോലെ കമ്മ്യൂണിക്കേഷനും, അതുപോലെ നല്ല എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ളവർക്ക് മാനേജ്മെന്റ്, അതുപോലെ തന്നെ ടീച്ചിങ്, ഇങ്ങനെയുള്ള പ്രൊഫഷനൊക്കെ സെലക്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പം എല്ലാവരും എഞ്ചിനീയറിങ്ങിനും മെഡിക്കലിനും എന്താ പറയുക ലോ, LLB അങ്ങനെയൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ പഠിപ്പിക്കാനും കൂടെ ആരെങ്കിലും വേണ്ടേ. അതുകൊണ്ട് ഒരിക്കലും അത് തള്ളിക്കളയരുത്. BEd അങ്ങനെയുള്ള നമ്മുടെ ടീച്ചിങ് നമ്മൾ ഫർദർ ഇനിയുള്ള ഫ്യൂച്ചറിനെ എഡ്യൂക്കേറ്റ് ചെയ്യണ്ടേ. അതിനകത്തും ഒക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി. ഈ സാലറിയുടെ കാര്യം വെച്ചിട്ട് ആരും മുന്നോട്ട് വരാത്തതല്ലേ. പക്ഷെ ടീച്ചിങ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടീച്ചിങ് ചെയ്ത് കഴിഞ്ഞ കുഞ്ഞുങ്ങളുടെ ആ സന്തോഷം, നമ്മുടെ ഉണ്ടാകുന്ന ആ സാറ്റിസ്ഫാക്ഷൻ, കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു പ്രൊഫഷണൽ ഇതിലെത്തിച്ചേരുമ്പോൾ, അല്ലെങ്കിൽ അവർ നല്ലൊരു നല്ല നിലയിൽ എത്തിച്ചേരുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ സന്തോഷമില്ലേ, അത് പറഞ്ഞ് തീർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ടീച്ചിങ് ഈസ് എ വെരി ഗുഡ് ചോയ്സ്.
ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ, ഓൾവേസ് ബി പോസിറ്റീവ്. അതായത് നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കണം. എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും, ഇതാ എനിക്ക് ഇഷ്ടമുള്ള ഫീൽഡ്, ഈ ഇഷ്ടമുള്ള ഫീൽഡിൽ എനിക്ക് ഷൈൻ ചെയ്യാൻ പറ്റും, എന്നെക്കൊണ്ട് ഇത് ചെയ്ത് തീർക്കാൻ പറ്റും എന്ന് എപ്പോഴും ഡേ ആൻഡ് നൈറ്റ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. തീർച്ചയായിട്ടും അതിൽ വേറെ അല്ല, നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ ആ കാര്യമേ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ APJ അബ്ദുൽ കലാം സാറ് പറഞ്ഞ പോലെ ഡ്രീം ബിഗ്. A dream is not what you see while you are asleep, but dream is that which will not make you sleep. അതായിരിക്കണം നമ്മളുടെ ഡ്രീം. അങ്ങനെ ഒരു ഡ്രീം എപ്പോഴും വേണം. ഓക്കെ, പല കാര്യങ്ങളും നമ്മളുടെ ചിന്തകളോ നമ്മുടെ തോട്ട്സോ ഒക്കെ ഡൈവേർട്ടായി പോകും. പക്ഷെ ഒരിക്കലും നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിയരുത്. ഓക്കെ, തിരിഞ്ഞു നോക്കുമ്പോൾ, അതായത് ആഫ്റ്റർ നിങ്ങൾ ഇപ്പൊ ഇത് ചെയ്താൽ നല്ല സെറ്റ് ചെയ്ത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ, നമ്മളൊരു 5 മാസത്തെ കഷ്ടപ്പാട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ 1 വർഷം കഷ്ടപ്പാട് ചെയ്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മളുടെ ലൈഫ് ഫുള്ളാണ് സെറ്റ് ആകുന്നത്. ഓക്കെ, അത് അന്ന് നമ്മൾ ഒരു 30 ഇയേഴ്സ് 25 ഇയേഴ്സ് കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഞാൻ ചെയ്തിരുന്നു, ഞാൻ നന്നായി ചെയ്തത്. പേരൻസും അതുപോലെ അവർക്കെല്ലാം എൻകറേജ്മെൻറ്റ് കൊടുക്കുക, അവർക്ക് അതിനുള്ള ഫുഡാണേലും മോട്ടിവേഷനൊക്കെ കൊടുക്കുക, അവരെ വെളിയിൽ കൊണ്ടുപോവുക. പിന്നെ കുഞ്ഞുങ്ങൾ പേരൻസ് പറയുന്ന ഒരുവിധമൊക്കെ കേൾക്കണം കേട്ടോ. ഓക്കെ, എല്ലാം നല്ലതിന് വേണ്ടിയാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹാർഡ് വർക്ക് ഇല്ലാതെ ഒന്നും നടക്കത്തില്ല. പിന്നെ നമ്മളുടെ എല്ലാ സ്കൂളിലും തന്നെ ഇപ്പോൾ കരിയർ കൗൺസിലിംഗ് നടത്തുന്നുണ്ട്. അത് നമുക്ക് വളരെ, നമുക്ക് എല്ലാ ഡൗട്ട്സും